ഒരു ദിവസേ ഞാൻ നൂഹിനോട് സംസാരിക്കായിരുന്നേ. അപ്പൊ നൂഹിന്റെ കൈയൊക്കെ ആകെ മറ്റേ മുറിഞ്ഞ് നീരൊക്കെ വന്ന് മറ്റേ ഇതൊന്നും കാണില്ല. അതിനോട് റെഡി ഇതൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ചു. അപ്പം അവന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നല്ലോ, ജക്കി. അപ്പൊ ഇതും വേറെ ഏതൊരു പൂച്ചയും തമ്മിൽ അടി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇത് അടി ഉണ്ടാക്കുന്നതിനിടയിൽ ഇവൻ എന്ത് ചെയ്തു, പോയി പിടിച്ചു മാറ്റാനോ എന്തോ പോയതാണ്. അതിനിടയിൽ ഈ പൂച്ച അറഞ്ച് പറഞ്ഞ് അവനെ പിടിച്ച് മാന്തിയൊക്കെ ചെയ്തു. അപ്പൊ ഫുള്ളാകെ മറ്റേ ടി ടി ഒക്കെ എടുത്ത് ഫുള്ള് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് കൈയൊക്കെ കാണുന്നു ആകെ ഇതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചാണ് ഇരുന്നിട്ട് അവരോട് പറയാ, ഞാൻ അതിൽ നിന്ന് ഒരു ലെസൺ ലേൺ ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ ലെസണോ എന്ത്? പിന്നെ പറയാ, രണ്ട് ക്യാറ്റ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോ ഇടപെടരുത്, അല്ലെങ്കിൽ അതിന്റെ ഇടയിലേക്ക് പോവരുത്, ഞാൻ ആ ലെസൺ ലേൺ ചെയ്തു എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ അടിപൊളി, ഭയങ്കര കുറച്ച് കോസ്റ്റ് ആയി പോയെന്ന് തോന്നുന്നുണ്ടല്ലേ ആ ലെസണ്. അതെ, മിസ്റ്റേക്ക് പറ്റിയിട്ടാണല്ലോ ലെസൺസ് പഠിക്കുക ആൾക്കാർ. ഇപ്പം കുട്ടികളെ കൂടുതൽ കെയർ ചെയ്തിട്ട് ഒരു സാധനം ഓക്കെ, കെയർനെസ് ഓക്കെ, ഒരു ഒരു ലെവൽ ഓഫ് ഇതുവരെ കുട്ടികളെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ലിമിറ്റ് വെക്കുക എന്നുള്ളതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇപ്പം മെച്യൂരിറ്റി ഉള്ള ഒരാളാണെങ്കിലും അയാൾ മെച്യൂർഡ് ആവുന്നത് എത്തുന്ന ഒരു ലെവൽ മിസ്റ്റേക്സ് ഒന്ന് പഠിച്ച് എക്സ്പീരിയൻസ് നിന്ന് പഠിച്ച് അങ്ങനെ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് മെച്യൂരിറ്റി ഉള്ള ഒരു ഹ്യൂമൻ ആയി മാറുന്നത്. അതെ, ശരിയാണ്. അപ്പം കുട്ടികളെ ചെറുപ്പം മുതലേ ഇങ്ങനെ ബാരിയർ വെക്കാണ്ട് അവരിപ്പം ചില കാര്യങ്ങൾ പൊട്ടിച്ച് പഠിക്കണം, ചിലത് മുറിഞ്ഞ് പഠിക്കണം, ചിലത് ഹീൽ പക്ഷേ ചെയ്ത് പഠിക്കണം. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാക്കുമ്പോഴേക്കും ആസ് എ പാരന്റ് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ് കുട്ടികളെ വഴക്ക് പറയുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവിടെ ശരിക്കും ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു, അല്ലാതെ ലേൺ ചെയ്യാൻ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല. അത് ഐ മീൻ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്ത് 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 പഠിക്കുമ്പോഴാണ് കൂടുതൽ എന്താവുക, നമുക്ക് എഫക്റ്റീവ് ആവുക. അപ്പം അതിന്ന് മിസ്റ്റേക്സ് പറ്റി അത് പഠിക്കുമ്പോൾ കൂടുതൽ എന്താണ് എഫക്റ്റീവാണ്. എന്താ പറയുക, മറ്റേ എന്താ എവരി സ്റ്റെപ്പ് ഓഫ് ഫെയിൽ, അങ്ങനെ എന്തോ ഒരു സാധനമില്ലേ, എവരി ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പ് ഓഫ് ടു സക്സസ്. അതേപോലെ ഫെയിൽ ചെയ്ത് പഠിക്കുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ആ ഒരു സാധനത്തിൽ ബെസ്റ്റായി വരാൻ പറ്റുക. അതെ, അത് ശരിയാണ്. ഇപ്പൊ എപ്പോഴും നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നതൊക്കെ. അതെ, മിക്കവാറും നമ്മുടെ ഏറ്റവും ലൈഫ് ലെസൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ ഫെയിലിയേഴ്സിന്ന് പഠിച്ച ഒരാളാണ്. എത്രയോ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ ഉണ്ട്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരിക്കൽ നമ്മളൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമ്മളൊരു ലെസൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് അല്ലേ. അതെ, വേറെ ആൾ വന്ന് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് എത്രയോ ഉണ്ട്. ഇപ്പം ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് എന്താ പറയാ, പിന്നെ ആരുടെയെങ്കിലും വീഡിയോസ് കണ്ടിട്ടായിരിക്കും പോവാ. മിക്ക ആൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവും, ഫുഡ് ഫ്ലോപ്പ് ആവും, പിന്നെ ജന്മത്തിൽ നമ്മൾ ആ ഷോപ്പിൽ പോയില്ല, നമ്മൾ ആ ഫുഡ് ട്രൈ ചെയ്യുന്നില്ല, അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യില്ല. അത് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ബെറ്റർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും എന്താ പറയുക, അങ്ങനെ ഒരു നല്ലൊരു കാര്യം ചൂസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് തരുന്നതൊക്കെ ഫെയിലിയേഴ്സ് ആണ്. അതെ, അപ്പൊ ശരിക്കും ആസ് എ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മൾ അഡൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അങ്ങനെയുള്ള മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൊടുക്കല്ലേ വേണ്ടേ. അപ്പൊ അതിൽ നിന്ന് പലപ്പോഴും അവസരങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അതിൽ നിന്നൊരു ലെസൺ ലേൺ ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോഴേക്കും ഒന്നിക്കൊരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ ആയിട്ട് നമ്മൾ ചെല്ലുകയാണ്. അഡ്വൈസിനെക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയ ആൾക്കാരെന്ത് പറയും, അല്ലെങ്കിൽ പാരന്റ്സ് എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അവര് എന്നെ ഇങ്ങനെ വിലയിരുത്തും എന്നുള്ള ഒരു പേടി കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പേടിയാണ്. എന്ത് ചെറിയ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു വീട്ടിലൊരു ഗ്ലാസ് പൊട്ടി, ഓക്കെ, എൻ്റെ വീട്ടിൽ ചിലപ്പം, അല്ലെങ്കിൽ എൻ്റെ തറവാട്ടിലൊക്കെ ഇപ്പൊ ഒരു ഗ്ലാസ് പൊട്ടിയ വലിപ്പം എന്ന് പറയുന്നത് വെച്ചാൽ ആ ഗ്ലാസിന്റെ ആയുസ് അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വേറെ ഒന്ന് എടുക്കുക. അല്ലാതെ നമ്മളിത് അവനെ ശകാരിച്ചിട്ടോ അല്ലെങ്കിൽ അവനെ അടിച്ചിട്ടോ ഗ്ലാസ് തിരിച്ചു വരാൻ പോകുന്നില്ല. അതിനിപ്പോ രണ്ടാമതൊരു സാധനം അവന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ അവൻ ശ്രമിക്കും. അവന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാണെങ്കിൽ ഇനി രണ്ടാമതൊരു ഗ്ലാസ് എടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും, അത് ശ്രദ്ധിക്കും. അത് ആ ഒരു മൈൻഡിൽ അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം, പാരന്റ്സ് ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും. ഇതെനിക്ക് തോന്നുന്നു ആ ഗ്ലാസ് പൊട്ടുമ്പോഴേക്കും എല്ലാവരുടെ ഫേസ്, എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ
ആ കുട്ടി ആദ്യം ചുറ്റുള്ള ആൾക്കാരുടെ മുഖത്തേക്ക് വെക്കും. അതെ ശരിക്കും. ഇപ്പൊ നമ്മൾ ഒരുപാട് വഴക്കൊക്കെ കേൾക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യം അയ്യോ ഇനിയിപ്പൊ എന്തായിരിക്കും റിയാക്ഷൻ എന്നുള്ള രീതിയിലേക്ക് നോക്കും. ഇപ്പൊ ഇതിന്റെ ഒരു ഡേഞ്ചർ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ ഇത് ഹൈഡ് ചെയ്ത് തുടങ്ങും. അതെ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്താ പറ്റി, അല്ലെങ്കിൽ ടോയ്സ് എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഇന്നാൾ കൊണ്ടുപോയി കള്ള പറഞ്ഞു തുടങ്ങി. അതെ, അതൊക്കെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. ഇപ്പം ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ ആയാൽ അവനത് വന്ന് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പാരന്റിന് റെസ്പോൺസിബിൾ ആണ്. അത് ഇതൊന്നും അവന് പ്രൊവൈഡ് ചെയ്യാണ്ട് അവൻ നമ്മളോടൊന്നും വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതെന്നോണ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ എപ്പോഴും ഫെയിലാണ്, പിന്നെ അവൻ സക്സസിലേക്ക് എത്തുന്നില്ല, എപ്പോഴും ഒരു തോൽവിയാണ് എന്നൊക്കെ പറയുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിന്റെ ബാക്ക് സൈഡ് എന്നുള്ളത് സാധനം അത് നിങ്ങൾ അവന് പ്രൊവൈഡ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ആ ചെറിയ പ്രായം മുതലേ അവനുണ്ടാക്കുന്ന ഫെയിലിയർ ഓക്കെ, തോൽവി ഉണ്ടാവുന്നതാണ്. പക്ഷെ നമ്മൾ അതിന് സക്സസിന് വേണ്ടി പിന്നെ പ്രയത്നിക്കുക, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ കൊണ്ട് മാത്രം തീരുന്നതല്ല ജീവിതം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ മിസ്റ്റേക്സിനെ അല്ലെങ്കിൽ ആ ഫെയിലിയറിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് സക്സസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളത് പാരന്റ്സിനാണ്. അത് ശരിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരം മാത്രമല്ല, അവര് ഫെയിൽ ആവട്ടെ, അവര് ഫെയിൽ ആയി അതിൽ നിന്ന് പഠിക്കുന്ന ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ലേണിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആവുള്ളൂ. ഒരു കുട്ടിയും നടക്കാൻ പഠിക്കുന്നത് വീഴാതെ അല്ല, വീണാണ് എല്ലാ കുട്ടികളും നടക്കാൻ പഠിക്കുന്നത്. ഒരു നമ്മൾ ഈവൻ നമ്മുടെ ഒരു എന്താ പറയാ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ നീഡഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ എണീറ്റ് നിൽക്കുക, ബാലൻസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിൽ തന്നെ എത്രയോ ഫെയിൽഡ് ആയിട്ടുള്ള അറ്റംപ്റ്റിലൂടെയാണ് എന്ത് ചെയ്യണത്, ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അവര് പഠിക്കുകയും അതിലൂടെ എണീറ്റ് നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആസ് എ പാരൻസ് നമുക്ക് കുട്ടിക്ക് അങ്ങനെയുള്ള മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരം, അത് കിച്ചണിലായിക്കോട്ടെ, സ്റ്റഡീസിലായിക്കോട്ടെ, എവിടെയല്ല ലൈഫിൽ അങ്ങനെയുള്ള ഫെയിലിയർ ഉണ്ടാക്കാനും അതിൽ നിന്ന് ലേൺ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കാം നമുക്ക്.